വിശ്വാസികളെ, പരിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ കാനാവിലെ കല്യാണ ഭവനമാണല്ലോ വിഷയം. വീഞ്ഞ് തീർന്നു എന്നറിയുന്ന കന്യകമറിയാം തൻ്റെ മകനോട് കാര്യം ബോധിപ്പിക്കുന്നു. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവീനെന്ന് ഭൃത്യന്മാരോട് കന്യകമറിയാമും പറയുന്നതായി കാണാൻ സാധിക്കുന്നു. ശേഷം അനുസരണത്തിൻ്റെ ഒരു വലിയ ശക്തിയാണ് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തു പറഞ്ഞു, ഭൃത്യന്മാർ കേട്ടു, വെള്ളം വീഞ്ഞായി മാറുന്ന അത്ഭുതം. ദൈവവചനം അനുസരിക്കുമ്പോൾ നമ്മളുടെ സാധാരണ ജീവിതവും ഒരു ദൈവാനുഗ്രഹമായി മാറുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. കാനാവിലെ കൽഭരണികളെ പോലെ നമ്മുടെ ഹൃദയം ശൂന്യമായിരിക്കാം. എന്നാൽ അവ നാം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവൻ അതിനെ ഒരു അനുഗ്രഹപൂർണമായി തീർക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. 4 ഉൾക്കാഴ്ചകൾ ഈ വേദഭാഗത്തിൽ കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 1. ദൈവമാതാവിൻ്റെ മധ്യസ്ഥം. അവൻ നമ്മുടെ ആവശ്യങ്ങൾ കർത്തൃസന്നിധിയിൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. 2. അനുസരണം. ദൈവവചനം അനുസരിക്കുമ്പോൾ ദൈവികമാവുന്ന പരിവർത്തനങ്ങൾ നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സംഭവിക്കും എന്നുള്ളതാണ്. 3. പരിവർത്തനത്തിൻ്റെ രഹസ്യം. വെള്ളം വീഞ്ഞായതുപോലെ അപ്പം വീഞ്ഞും വിശുദ്ധ തിരുശരീര രക്തങ്ങളായി മാറുന്നു എന്നുള്ള ദിവ്യരഹസ്യം. 4. മഹത്വത്തിൻ്റെ വെളിപാട്. 11-ാമത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ശിഷ്യന്മാരുടെ വിശ്വാസം ശക്തിയായെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ വീഞ്ഞ് തീർന്ന അവസ്ഥകൾ വരാം, സന്തോഷം കുറയാം, പ്രതീക്ഷ ഇല്ലാതാകാം. എന്നാൽ കാനാവിലെ കർത്താവ് ഇന്നും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ സന്നദ്ധനാണ് എന്ന് ഓർക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.